ഹായ് ഗായ്സ്, ടോപ്പ് ഫോം സീരീസിലെ എപ്പിസോഡ് 8ന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ആ സ്റ്റേജ് പ്ലേനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണ് കാണിക്കുന്നത്. അവരെ കാണാൻ വേണ്ടിയിട്ട് കുറെ ഫാൻസും ചുറ്റും കൂടിയിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിഞ്ഞ് അവരിറങ്ങാൻ നേരം അഗിനെ ഒരു ഫാന് കയ്യിൽ കയറി പിടിച്ചിട്ട്, ഞാൻ നിന്റെ വലിയ ഫാനാണ്, ഞാൻ അഗിന്റെ എല്ലാ ഷോസും കാണാറുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ, എന്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ചു. അഗിന് ആകെ ഒരു തലചുറ്റല് ഫീൽ ചെയ്തു. അവൻ വേഗം തന്നെ അവിടുന്ന് പോയി. പിന്നീട് പോവാൻ നേരം ജോണി അഗിനോട്, ഇന്ന് നീ ഫ്രീ അല്ലേ, അന്നത്തെ പോലെ ഒന്ന് കൂടാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് അഗിന് ദേഷ്യം വന്ന് അഗിനവനെ കൊത്തിന് പിടിച്ച് കാലിനിട്ടൊരു ചവിട്ടും കൊടുത്തു. അപ്പോൾ ആരോ അഗിന്റെ ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാൽ അഗിൻ നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ജിന്ന് തന്റെ ജൂനിയർ നാരുവുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഇന്നലെ ജോണിയുടെ പുറകെ നടന്ന പയ്യനാണ് ഈ നാരു. ബോയ്സ് ഓവർ വൈറ്റ് ബോർഡ്സ് എന്ന ഡ്രാമയുടെ റീമേക്ക് ഓഡിഷന് വേണ്ടിയാണ് നാരു വന്നേക്കുന്നത്. ജിന്ന് തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന ഓഡിയോ കേൾപ്പിച്ചു കൊടുത്തു. ഇത് കേട്ട് ജോണി അവിടുന്ന് പോയി. പുറകെ നാരുവും അവനെ കളിയാക്കാൻ വേണ്ടി പോയി. നാരുവിന്റെ യൂണിഫോം കണ്ടിട്ട് അഗിന് പണ്ട് താൻ അഭിനയിച്ച ഒരു ഡ്രാമ ഓർത്ത് നൊസ്റ്റു അടിച്ചു. ജിന്നിന് അപ്പോഴാണ് ആ ഐഡിയ തോന്നിയത്. അവൻ നേരെ നാരുവിന്റെ അടുത്തേക്ക് പോയി അവനിട്ടിരിക്കുന്ന യൂണിഫോം ചോദിച്ചു. ആ യൂണിഫോമും കൊണ്ട് അവൻ നേരെ അഗിന്റെ അടുത്തേക്ക് എത്തി. അഗിൻ ആദ്യം അത് ഇടുന്നില്ലെങ്കിലും ജിന്നെ കുറിച്ച് കൺവിൻസ് ഒക്കെ ചെയ്തപ്പോ അഗിൻ ആ യൂണിഫോം ഇട്ടു. അവൻ എന്നിട്ടങ്ങ് നാണിച്ചു നിന്നു. ജിന്നിന് ഇവനെ യൂണിഫോം ഇട്ട് കണ്ടപ്പോ പിന്നെയും ഫോൾ ഇൻ ലവ് ആയി. പിന്നീട് അവര് കിസ് ചെയ്യുന്നുണ്ട്. ഇതും ആരോ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്ന് കാണിക്കുന്നില്ല. പിന്നീട് അഗിൻ തന്റെ ഫസ്റ്റ് കിസ് ഒരു ഫീമെയിൽ ആക്ട്രസിന്റെ കൂടെ ആയിരുന്നു. അതത്ര നല്ലതല്ലായിരുന്നു എന്നൊക്കെ ജിന്നിനോട് പറഞ്ഞു. ജിന്ന് അഗിന്റെ ചുണ്ടില് സോഫ്റ്റ് ആയിട്ട് ഒരു കിസ് കൊടുത്തിട്ട്, ഇനി ഞാനാണ് നിന്റെ ഫസ്റ്റ് കിസ് എന്ന് കരുതിക്കോന്ന് പറഞ്ഞ് ഒരു കോൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അഗിനപ്പോ താഴെ കിടക്കുന്ന ഡ്രസ്സ് എടുത്തു. അതില് ഒരു മാനിന്റെ രൂപത്തിലുള്ള പിന്നുണ്ടായിരുന്നു. അതിപ്പോ കാണാനില്ല. എവിടെയെങ്കിലും വീണുപോയി കാണുമെന്ന് അഗിൻ കരുതി. അന്ന് അവൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് ഒരു ഫാന് അവനെ കണ്ടിട്ട്, അഗിന്റെ അഭിനയമൊക്കെ സൂപ്പറാണ്, ഇപ്രാവശ്യത്തെ ബെസ്റ്റ് ആക്ടർ അവാർഡ് അഗിന് തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞു. അഗിന് ഇത് കേട്ട് വലിയ സന്തോഷമായി. അയാൾ പോയതും ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്ന് അഗിനോട് സംസാരിക്കുകയാണ്. അവൾ കുറച്ച് ക്രീപ്പി ആയിട്ട്, സുഖാണോ അഗിൻ, ഇന്നെന്തായിരുന്നു പരിപാടി, വർക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. ആ വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞെന്തായിരുന്നു പരിപാടി? അത് കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആ അതെ അല്ലേ, നീ ഒന്നും ഒളിക്കുന്നില്ലല്ലോ അല്ലേ? ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ ഫസ്റ്റ് ഡ്രാമ കണ്ടപ്പോൾ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനി 4 അവർ നിന്നെ എനിക്ക് ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് പറഞ്ഞ് അവൾ മുന്നിൽ കിടന്ന മുടി പുറകിലേക്കാക്കി. അപ്പോ ദേ മാനിന്റെ പിന്ന്. അഗിനും ഇത് ശ്രദ്ധിച്ചു. അവനൊരു താങ്ക്സ് പറഞ്ഞ് വേഗം അവിടുന്ന് പോയി. അവള് അഗിൻ പോകുന്നത് കണ്ടിട്ട്, അഗിൻ നിങ്ങളുടെ എല്ലാ മൊമെന്റ്സിലും ഞാൻ ഫോളോ ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. തിരിച്ച് ഫ്ലാറ്റിലെത്തിയ ശേഷം അഗിൻ ഫോണിൽ ആ പിന്നിനെ കുറിച്ച് സെർച്ച് ചെയ്തു. അത് ഓൺലൈനായി ആർക്ക് വേണേലും വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പൊ അവനക്ക് കുറച്ച് ആശ്വാസം തോന്നി. പക്ഷേ അത് പോയി കിട്ടാൻ വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. കാരണം രാത്രി അവൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോ കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടു. അവൻ ചെന്ന് നോക്കുമ്പോ അവിടെ ആരും ഇല്ല. എന്നാൽ നിലത്ത് ആ പിന്ന് ആരോ വെച്ചിട്ട് പോയേക്കാണ്. അടുത്ത ദിവസം അഗിന്റെ ടെൻഷൻ കണ്ട് സൈന് കാര്യം എന്താന്ന് ചോദിച്ചു. അഗിൻ തന്നെ ഫാൻസ് ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. സൈൻ അവന് സെക്യൂരിറ്റി സ്ട്രോങ് ആക്കാന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. സൈൻ, എന്റെ മുത്തശ്ശി ലെറ്റർ എന്തേലും അയച്ചായിരുന്നോ? ഇതുവരെ ഇല്ല. നിനക്ക് മുത്തശ്ശിക്ക് ഒരു ഫോൺ വാങ്ങി കൊടുത്താ പോരെ, എന്തിനാ ഈ ലെറ്റർ എഴുതി സമയം കളയണേ? മുത്തശ്ശിക്ക് ഫോൺ ഇഷ്ടാവില്ല. ലെറ്റർ വായിക്കുമ്പോൾ ശരിക്കും അടുത്ത് നിന്ന് സംസാരിക്കണ പോലെ പുള്ളിക്കാരിക്ക് തോന്നും. ഇവരിതൊക്കെ പറഞ്ഞ് പുറത്തേക്കിറങ്ങിയതും ഇന്നലെ കണ്ട ആ പെണ്ണ് ഓടി വന്ന് അഗിന്റെ കൈ പിടിച്ച്, എന്നെ ഓർമ്മയില്ലേ അഗിൻ എന്ന് ചോദിക്കാണ്. അവള് താൻ പോകുന്നിടത്തെല്ലാം ഉണ്ടല്ലോ എന്ന് അഗിൻ അപ്പോഴാണ് ഓർക്കുന്നത്. അഗിന് വേണ്ടി ഞാനൊരു ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, നിന്റെ ഗ്രാൻഡ്മ നല്ല സീറ്റാണല്ലോ. ഇതും പറഞ്ഞ് അവളൊരു ലെറ്ററും എൻവലപ്പും കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. സൈൻ അത് തുറന്നു നോക്കിയപ്പോ അഗിനും ജിന്നുമായിട്ടുള്ള കുറച്ച് ഇന്റിമേറ്റ് ഫോട്ടോസാണ് അതിലുള്ളത്. ഇന്നലെ ഫോട്ടോ എടുത്തത് വേറെ ആരുമല്ല, അതേ പെൺകുട്ടിയാണ്. അവര് വേഗം തന്നെ പോലീസിനെ കാര്യങ്ങൾ അറിയിച്ചെങ്കിലും അവർക്ക് അവളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അഗിൻ ആകെ തകർന്നുപോയി. കാരണം ഇതെങ്ങാനും ലീക്കായാൽ അവന്റെ ആക്ടിംഗ് കരിയർ മൊത്തം വെള്ളത്തിലാവും. മാത്രമല്ല ഇത് ജിന്നിനെയും എഫക്റ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്യുമെന്ന് അവരെല്ലാരും കൂടെ ആലോചിക്കാണ്.
അപ്പോൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജിന്നും അവിടേക്ക് വന്ന് അഖിനെ ആശ്വസിപ്പിച്ചു. എന്ത് വന്നാലും ഒരുമിച്ച് തന്നെ ഇത് നേരിടാമെന്ന് ജിൻ ഉറപ്പിച്ചു. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ജിന്ന് തീരുമാനിച്ചതുകൊണ്ട് അവൻ കുറച്ച് ദിവസം വർക്കിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് സിഗ്മയ്ക്ക് കുറച്ചധികം നഷ്ടം വരും. ജിന്നിന്റെ അസിസ്റ്റന്റിനെ സിഗ്മന്റെ മാനേജറെ കുറ്റപ്പെടുത്തി. വൈകാതെ തന്നെ അഖിൻ ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഇതുപോലെ ഒരു ഫാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്നും അവന്റെ പേഴ്സണൽ ലൈഫിലെ ഫോട്ടോസ് എടുത്തു എന്നും പറഞ്ഞു. എന്നാൽ ഇത് ജിന്നിന്റെയും അഖിന്റെയും ഫോട്ടോസ് ആണെന്ന് ഇവര് പറഞ്ഞില്ല. എന്നിരുന്നാലും പ്രസ് ജിൻ ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് ചോദിച്ചു. അഖിൻ അത് നിഷേധിച്ചു. ഞാനും ജിന്നും ബ്രദേഴ്സിനെ പോലെയാണ്. ഈ കാര്യം വേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയി. അവര് ആ ഫോളോ ചെയ്ത ഫാൻ ആരാന്ന് കണ്ടുപിടിച്ച് അവൾക്കെതിരെ വലിയ ഹീറ്റ് വരാൻ തുടങ്ങി. അവൾക്കിനി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ജെയ്ഡ് ആ പെൺകുട്ടിയെ പിന്നീട് കണ്ടുപിടിച്ചു. നീ മര്യാദയ്ക്ക് ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ ജയിലിൽ പോയി അഴിയെണ്ണേണ്ടി വരും. അവള് വേറെ വഴിയില്ലാതെ അതെല്ലാം ഡിലീറ്റ് ആക്കി. പിന്നീട് അഖിൻ അവളെ കാണാൻ വന്നു. നീ എന്നെ കാണാൻ വന്നതിനും സപ്പോർട്ട് ചെയ്തതിനും താങ്ക്സ്. പക്ഷെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത്? പേടിക്കണ്ട, നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കില്ല. നീ എന്റെ ഹാപ്പിനെസ് ആണ് അഖിൻ. ഞാൻ എപ്പോഴും നിന്നെ ഫോളോ ചെയ്തിരുന്നു. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തു. നീ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. നീ എന്നോടൊന്ന് സംസാരിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും നീ എപ്പോഴും എനിക്കൊരു വെളിച്ചമായിരിക്കും. ഇത് കേട്ട് അഖിനും നീയും എന്റെ വെളിച്ചമായിരിക്കും എന്ന് പറയാണ്. അവരുടെ ആ പ്രശ്നം അങ്ങനെ സോൾവ് ആയി. അഖിൻ ജെയ്ഡിനോട് തന്നെ സഹായിച്ചതിന് താങ്ക്സ് പറഞ്ഞു. അതൊന്നും സാരയില്ല. ഞാൻ ലെജൻഡ് ഓഫ് ജെമിനിയുടെ ഒരു സ്വീക്കിൽ ചെയ്താലോ എന്ന് ആലോചിക്കുക. നിനക്കതിന് ലീഡ് റോൾ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അല്ല ജെയ്ഡെ, നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ? നിനക്ക് വേറെന്തേലും പറയാനുണ്ടോ? അഖിൻ, അത് ആ ഫോട്ടോസിന്റെ ബാക്കപ്പ് എവിടെയില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കിയതാണ്. എന്നാലും ആ ഫോട്ടോസ് ആർക്കെങ്കിലും കിട്ടാനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല. നീ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കും എന്തായാലും. ഓക്കെ. ബെസ്റ്റ് ന്യൂ ആക്ടറിന്റെ അവാർഡ് അനൗൺസ് ചെയ്യേണ്ടത് അഖിനാണ്. പ്രതീക്ഷിച്ച പോലെ ആ അവാർഡ് ചിന്നിന് തന്നെ കിട്ടി. പിന്നീട് ചിന്നും അഖിനും ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അത് സെലിബ്രേറ്റ് ചെയ്തു. എപ്പിസോഡിന്റെ അവസാനം ജിന്നിന്റെ അസിസ്റ്റന്റ് ഒരാൾക്ക് ഒരു ഫയല് കൊടുത്തിട്ട് വേഗം പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.